ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം 2 ദിവസം ശനി ഞായറും ഞങ്ങളുടെ ക്യാമ്പ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ രാവിലെ 7 മണിക്ക് പോവും, വൈകിട്ടൊരു 5-5:30 ആകുമ്പോൾ എത്തും. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു രാവിലെ. മായ എനിക്കെന്നും ഗുഡ് മോർണിംഗ് ഇടുന്നതാണ്. മായയ്ക്ക് ഗുഡ് മോർണിംഗ് ഇടാൻ പോലും പറ്റിയില്ല. കാരണം മൊബൈലൊന്നും എടുക്കാറില്ല. രാവിലെ എടുത്ത് ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചിട്ട് ഞങ്ങളൊക്കെ പോവും. 8 മണിയാകുമ്പോൾ അവിടെ എത്തുമ്പോൾ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ആ രീതിയിൽ പോവും. പിന്നെ വൈകിട്ടത്തെ ചായ കുടിച്ചിട്ട് ഇങ്ങനെ വരും. പിന്നെ വൈകിട്ട് നമ്മളിവിടെ എന്തെങ്കിലും നമുക്ക് രാത്രി ഇവിടെ ഭക്ഷണം കഴിക്കണം. രാവിലെ ടിഫിൻ കൊടുത്തു വിടാനായിട്ടാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ടൊമാറ്റോയും പിന്നെ സവാളയും എടുത്തിട്ട് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഒരു മുട്ടയല്ല, മുട്ട കുറച്ചൊന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ചപ്പാത്തി വെച്ച് നേരത്തെ ഞാൻ ചെയ്യുന്നത് പോലെ. അപ്പോൾ അവർക്ക് രണ്ടിനും ഇതുണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് റീച്ചാന് ഭയങ്കര ഇഷ്ടമായി നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ലാപ്സിയുടെ. ഇവിടെ വേറെ ആർക്കും ഇഷ്ടമല്ല. ഞാനാണെങ്കിൽ പഴം വല്ലതും ഉണ്ടെങ്കിൽ കഴിക്കും. റീച്ചാന് പഴവും വേണ്ട, ഒന്നും വേണ്ട. അതിൻ്റെ അകത്ത് ഇച്ചിരി തേങ്ങ ലാസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അന്ന് ഞാൻ ഡിമാർട്ടിൽ പോയണേ വാങ്ങിച്ചതാണ്. അപ്പോൾ ഒത്തിരി നാളിനി വെച്ചേക്കാൻ ഒക്കത്തില്ലല്ലേ, വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് ഞാൻ ഈ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു ബക്കറ്റിലാണ് ഇടുന്നത്. ബക്കറ്റിലെന്ന് വെച്ചാൽ ഇടാനുള്ളത് കുപ്പികളിലൊക്കെ ഇട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ബക്കറ്റിലായിരിക്കുന്നത്. അപ്പം ബക്കറ്റിൽ ഞാൻ ഇന്നലെ ഉപ്പ് തപ്പാൻ നോക്കിയുണ്ടേ ഇതിങ്ങനെ അടിയിൽ കിടക്കുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അടിയിൽ ഇങ്ങനെ കിടന്നിട്ട് വീണ്ടും അത് എടുത്ത് നോക്കാതിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഓർഡർ ചെയ്യും. തേയിലയോ പഞ്ചസാരയൊക്കെ ആണെങ്കിൽ വീണ്ടും ഓർഡർ ചെയ്യും. അതാണ് എനിക്ക് വരുന്ന കുഴപ്പം. അപ്പോൾ മുട്ടക്കാരൻ വന്ന് 2 ബ്രെഡ് വാങ്ങിക്കാൻ നാളത്തേക്കിന്. ഇപ്പം ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഞാനെന്നാൽ ഇന്ന് അത്താഴത്തിന് അപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാനന്ന് ഇച്ചിരി എന്നാൽ കറി വയ്ക്കാനായിട്ട് ഇച്ചിരി ചിക്കൻ മാറ്റി വെച്ചായിരുന്നു. പിന്നെ ഒരു കുറുമ പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ തേങ്ങ അരച്ച അപ്പം ഉണ്ടാക്കാമെന്ന്. പക്ഷേ രാവിലെ എൻ്റെ പൊന്നോ അത് ഞാൻ മറന്നുപോയി അരി വെള്ളത്തിൽ ഇട്ടിട്ട് പോകാൻ. പിന്നെ വൈകിട്ട് ഇവിടെ വന്നിട്ട് എനിക്കാണെങ്കിൽ 2 ദിവസത്തെ യാത്ര ഇങ്ങനെ ആയതുകൊണ്ട് നല്ല ബോഡി പെയിനും അങ്ങനെയൊക്കെയുള്ളൊരു പിന്നെ രാവിലെ തൊട്ട് നമ്മൾ ഇച്ചിരി ചായ കുടിക്കാനും അതിനും ഇതിനൊക്കെ പോകും. പിന്നെ അങ്ങ് ഫുൾ ടൈം ഇങ്ങനെ ഇരിപ്പല്ലേ, ഇരുന്ന് നല്ല പിന്നെ പ്രയാസം. ഒത്തിരി നേരം ഇരുന്നാലും എനിക്ക് നടുവൊരു പ്രയാസമാണ്. അന്നേരം ഞാൻ ഈ നുറുക്ക് ഗോതമ്പ് 2 കപ്പ് എടുത്തിട്ട്, 2 കപ്പെന്ന് പറഞ്ഞാൽ ഒരു അര കിലോയുടെ ഒരു പാക്കറ്റായിരുന്നു അത്. ഇത്രയും ജോലി ചെയ്യുന്നിടം വരെ ഞാൻ ഇതങ്ങ് കഴുകിയിട്ട് ഇങ്ങനെ അരിപ്പേ വെച്ചിരുന്നു. എന്നിട്ട് ഇത്രയും ജോലി ചായ ഇട്ട് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കില്ല, അത്രയും നേരം അത് വെള്ളം വാലാൻ വെച്ചിരുന്നു. ഇപ്പം നന്നായി അത് ഡ്രൈ ആയി. നമ്മൾ കൈ കൊണ്ടെടുക്കുമ്പോൾ ഒരു ഇച്ചിരി പോലും വെള്ളമയമില്ല. അതുപോലെ കിട്ടണേ. വെള്ളമയം ഉണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോകും. ഞാനിപ്പോൾ ഈ ഒരു ചീനച്ചട്ടി വെച്ച് ഇച്ചിരി ഓയിലൊഴിച്ച് അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ടിട്ട് 1 കറിവേപ്പില, ഇച്ചിരി സവാളയൊക്കെ ഇട്ടൊന്ന് വഴട്ടിയെടുക്കാം. സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ. പിന്നെ അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ആ അരി കഴുകിയിട്ട് അരിപ്പേൽ ഇങ്ങനെ വെച്ച് വെള്ളം വാരണം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ സാധാരണ ഉപ്പുമാവിന് മൊത്തത്തിൽ വെള്ളം ഒഴിച്ചല്ലേ ഉണ്ടാക്കുന്നത്. അതുപോലല്ല. കുറച്ച് നേരം ഇതൊന്ന് വഴന്നു വന്നിട്ട് കുറച്ച് നേരം ഈ ഉരുളിയിൽ ഈ ചീനച്ചട്ടിയിലിട്ട് അതൊന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കും. ആ ലാപ്സി ഒന്ന് നന്നായിട്ട് ഒരിത്തിരി അതിൻ്റെ ആ വെള്ളമയം എല്ലാം പോയി നല്ലൊരു രീതി ആവുന്നുണ്ട് വരെ വറുത്തെടുക്കും. കണ്ടോ, ഇത് നിങ്ങൾക്ക് ആ അരിപ്പയിൽ ഇരിക്കുന്ന കാണുമ്പോൾ അറിയാം നന്നായിട്ട് അത് ഉണങ്ങി. നല്ല നമ്മൾ ഈ അരിയൊക്കെ കഴുകി പൊടിക്കാൻ ഉണങ്ങാനിടത്തില്ല, അതുപോലെ പരുവായിട്ടുണ്ടിത്. അപ്പോൾ അതൊന്ന് തട്ടിയിട്ടിട്ട് ഞാൻ നന്നായി ഇത് കുറച്ച് നേരം ഒന്ന് വറക്കട്ട് ഇതിൻ്റെ അകത്തിട്ടെ. പക്ഷേ ഇത് നമ്മുടെ റവ ഉപ്പുമാവ് പോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് ഇച്ചിരി സമയമെടുക്കും. കാരണം ഇത് നമ്മൾ ഒരുമിച്ച് വെള്ളമൊന്നുമല്ല ഒഴിക്കുന്നത്. ഞാനിപ്പം 2 കപ്പ് ഇതല്ലേ എടുത്തത്, നുറുക്ക് ഗോതമ്പ്. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം, അതിൻ്റെ അകത്തൊരു ഇച്ചിരി ഉപ്പൂടിട്ട് മിക്സ് ചെയ്താണ് ചേർത്തേക്കുന്നത്. ഇപ്പോൾ ഈ ചീനച്ചട്ടി നല്ല ചൂടായതുകൊണ്ട് ആ 1 കപ്പ് ഒഴിച്ച ഉടനെ പെട്ടെന്ന് അതെല്ലാം അങ്ങ് അബ്സോർവ് ചെയ്തു.
അല്ലാതാണെങ്കിൽ നമുക്ക് ഇത്രയും വേറെ സാധാ പാനാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് അതങ്ങ് അബ്സോർവ് ചെയ്യത്തില്ല. ഞാനൊരിപ്പം 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം കണ്ടില്ലേ അതൊന്ന് പരാപരിച്ച്, എന്നിട്ടതൊന്ന് തിളച്ചിട്ട് ഞാൻ ചെറിയ തീയിലിട്ട്, പിന്നെ ചെറിയ തീയിലിടും ചിലപ്പം, പിന്നെ ഇച്ചിരി കൂട്ടും. അങ്ങനെ അത് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഞാനിത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുവാണേ. അപ്പോൾ ഇച്ചിരി നേരം ഞാനൊന്ന് അടച്ചു കൊടുത്തതാണ്ട് വെള്ളമൊക്കെ ഇത്രയൊന്ന് വറ്റി. പക്ഷേ ആ നുറുക്ക് ഗോതമ്പ് ഒട്ടും വെന്തിട്ടില്ല. അപ്പോൾ അത് വേവുന്നിടം വരെ നമുക്കറിയാമല്ലോ വേവുന്ന എപ്പോഴാണ്. അതനുസരിച്ച് വെള്ളം തീരുവാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്നീ കുടഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അല്ലാതെ ഇച്ചിരി ഒരു 1/4 കപ്പോ 1/2 കപ്പോ ഒഴിക്കണം. അപ്പോൾ അതാണ്ട് ഇതിപ്പോൾ ഈ സമയത്ത് വെള്ളം എല്ലാം അങ്ങ് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനതെല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ എനിക്ക് എന്ത് വന്നേലും 2 കപ്പിന് 4 കപ്പ് വെള്ളം. അല്ലാതെ നമ്മൾ റവയ്ക്കാന്നേലും ഈ കണക്കാണ്, ഇതിലാന്നേലും നമ്മൾ കുറേശ്ശെ ഒഴിക്കുമായിരുന്നേലും ഈ കണക്കായിരുന്നു എനിക്ക് വന്നത്. അപ്പം ഞാൻ അത് ഒഴിച്ചുടനെ കണ്ടില്ലേ, ആ ഉരുളി ചീനച്ചട്ടി ചൂടായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെള്ളം അങ്ങ് പിടിക്കുന്നുണ്ട്. ആ 1 കപ്പ് കൂടെ ഒഴിച്ചിട്ട് ഞാൻ ആ വെള്ളം എല്ലാം വറ്റിയുണ്ടേ കുറച്ച് നേരം ഒന്ന് അടച്ചിട്ടിരുന്നു. അപ്പോൾ ആ ചൂടിലാവി കിടന്ന് കുറേയും കൂടെ ഒന്ന് കുതിർന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം തേങ്ങയൊക്കെ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് തേങ്ങ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ തേങ്ങ കുറവ്, ഞാനൊരു ഇച്ചിരി പേരിനും വേണ്ടി തേങ്ങ ഒന്ന് ചേർത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് വേണ്ടിയവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് തിന്നാം, പഴം കൂട്ടി കഴിക്കാം. മധുരം വേണ്ടിയവർക്കാണെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി ശർക്കര വെള്ളം ഒഴിച്ചാലും ഈ വെള്ളത്തിന് ഇന്നാലും ഞാൻ പണ്ട് ഇതുപോലെയാണ് ചെയ്തത്, ശർക്കര വെള്ളം ഒഴിച്ച് ഉണ്ടാക്കിയായിരുന്നല്ലേ. അത് ഇവിടെ ഈ പോളിന് ഇഷ്ടമില്ല, അല്ലാതെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. പച്ചവെള്ളം ഒഴിക്കുന്നതിന് വരെ ശർക്കര വെള്ളം ഒഴിച്ച്, അപ്പം നല്ലൊരു മധുരമൊക്കെ ആയിട്ട് തിന്നും. ഇപ്പം ഞാൻ ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. തേങ്ങ 1 മുറി തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ ഒന്ന് വെന്ത് വരുമ്പം ടേസ്റ്റല്ലേ, ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം എന്താണ് കാണുമ്പോൾ അറിയാം അത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നന്നായിട്ട് അലന്നലന്ന് കിടക്കുക. പക്ഷെ ഇത് ചൂടോടെ കഴിക്കണം, തണുത്താൽ പിന്നെ ഒന്നുകൂടി ഇച്ചിരി ഒരു കല്ല് പോലെ ആവും. ഇപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് മീൻകറി വെക്കണ്ട, കപ്പ ഞാൻ വാങ്ങിച്ചായിരുന്നല്ലേ മലയാളിക്കടയിൽ നിന്ന്, ആ കപ്പ ഇന്നൊന്ന് വേവിക്കുന്നുണ്ട്. വേവിച്ചിട്ട് അത് ഞാനിപ്പം ഒന്ന് 2 ഊറ്റി ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഇഡലി പാത്രത്തിൽ തന്നെ അരപ്പിട്ട് ചെയ്യാമെന്നും പറഞ്ഞാൽ ചെയ്തേ. അപ്പോൾ ഒരു പീസ് എടുത്ത് തിന്നുണ്ടേ അത്ര അങ്ങോട്ട് ചൊവ്വിന് വെന്തിട്ടില്ല. അപ്പം ഞാനത് വീണ്ടും അതിനെ കുക്കറിലോട്ടാക്കിയിട്ട് കുക്കറിലിട്ട് അരപ്പിട്ടിട്ട് ഒരു സ്വല്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചെടുക്കും. അന്നേരമാണെങ്കിൽ നന്നായിട്ടത് വെന്ത് കിട്ടും. പക്ഷേ ആ കപ്പ എടുത്ത് തിന്നിട്ട് പൊടിയുള്ള കപ്പയാണ്, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല പൊടിയുള്ള കപ്പയല്ലേ, ആ ടൈപ്പല്ല. കുക്കറിൽ അടിച്ചത് കൊണ്ട് അത് വെന്തെന്നേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഈ വീഡിയോ ഇന്നലത്തെ ഒന്നുമല്ല കേട്ടോ, നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ വീഡിയോകളൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇതിങ്ങനെ പെൻഡിങ്ങിലിരിക്കുമായിരുന്നു. അപ്പോൾ അതവിടെ ഞാൻ അരപ്പിട്ട് ഒന്ന് കുക്കറി വെച്ചിട്ട് ഒരു വിസിലടിച്ചിട്ട് അവിടെ ഇട്ടേക്കും. പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോകുന്നിടം വരെ അവിടെ ഇട്ടേക്കുമായിരുന്നു. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പം പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്നാൽ തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ തോരൻ ഞാൻ കാബേജാണ് അരിഞ്ഞ് വെച്ചത്. അപ്പോൾ ഇച്ചിരി ബീൻസ് അവിടെ ഇരുന്ന്, അപ്പോൾ അതുകൂടെ അങ്ങ് അരിഞ്ഞ് ചേർത്തേക്കാമെന്ന് വെച്ച്. അപ്പം കാബേജും ബീൻസും കൂടെ ഉള്ള തോരനാണ്. ഇന്ന് കപ്പ ഉണ്ടാക്കുന്നത് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ മീൻകറി ഒരുമിച്ചങ്ങ് വെച്ചത്. ഇന്നലെയും കുറച്ചെടുത്ത് ഇപ്പോൾ ഇന്ന് മീൻകറി വെക്കണ്ടല്ലോ, അപ്പം എളുപ്പം കപ്പയുടെ പരിപാടികൾ നോക്കിയാൽ മതിയായിരുന്നല്ലേ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഉദ്ദേശിച്ചാണ് മീൻകറി ഇന്നലെ അത്രയും മീനങ്ങ് ഒരുമിച്ചുണ്ടാക്കിയത്. ഈ വീഡിയോ യൂട്യൂബിൽ ഇടുന്നതിന് മുമ്പിട്ടേ മായ ഇത് കണ്ടു കാണും. ഞാൻ കപ്പ കഴിക്കുന്നതിൻ്റെയൊക്കെ ഞാനത് ഫേസ്ബുക്കിലിട്ടായിരുന്നു. അപ്പോൾ മായ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഓ, കപ്പ ഉണ്ടെന്നറിഞ്ഞാൽ എന്താ ഉത്സാഹമാണെന്നറിയാമോ ജോലി ചെയ്യാൻ. തലേന്നേ എന്ത് കരുതലാണെന്നറിയാമോ, മീൻകറി ഉണ്ടാക്കി വെക്കുന്നു, രാവിലെ കപ്പ ഉണ്ടാക്കണമെന്നുള്ള, എണീക്കുമ്പോഴേ കപ്പ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ വരുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്കിത്ര കൊതിയാണ് കപ്പ കേട്ടോ. ആരുടെയെങ്കിലും വീഡിയോ കണ്ടാലും കപ്പ കഴിക്കുന്നതൊക്കെ കണ്ടാൽ ഞാൻ പോയി കാണുകയും ചെയ്യും. ചിലരൊക്കെ കമൻ്റ് ഇടുകയും ചെയ്യും, ചിലരൊന്നും അത് റിപ്ലൈ തരത്തുമില്ല കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു ചാനലിനൊക്കെ ആരാ റിപ്ലൈ തരുന്നേ, ആ അർത്ഥമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ കപ്പ അവർ കഴിക്കുമ്പോൾ അവർക്കുള്ള സന്തോഷം പോലെ എനിക്കും ഒരു സന്തോഷമാണ്, അതുകൊണ്ടാണ് ഞാനങ്ങ് കമൻ്റ് ഇടുന്നത്.
നമുക്കേ എത്ര ഇനി എല്ലാവർക്കും ഇങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എനിക്കങ്ങനെ കേട്ടോ, കപ്പ എത്ര കിട്ടിയാലും ഞാൻ വിടത്തില്ല. അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പം ഞാൻ ആ കുക്കറി വേവിച്ചത് കൊണ്ട് 2 ഊറ്റി അത് വെന്ത് നല്ല കിശായിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് കുക്കറിലെ അരപ്പൊക്കെ ഇട്ട് ഒരു വിസിലടിച്ചോണ്ടെങ്കിൽ നന്നായിട്ടത് വെന്ത്. അതാണ് നല്ലത്. ഇങ്ങനെ ഒന്ന് കുഴക്കട്ടെ. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ കേരളക്കാരുടെ ഒരു വികാരമാണ്, വികാരം അല്ലേ? ഓഹോ, ചൂടാ. എന്നും ചിന്തിക്കും ബാക്കിയുണ്ടെങ്കിൽ രാവിലെ പഴങ്കഞ്ഞി കുടിക്കണമെന്ന്. പക്ഷേ രാവിലെയല്ല, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന അതെടുത്തങ്ങ് കഴിക്കും, മറന്നു. പിന്നെ അതെടുത്ത് ഉച്ചയ്ക്കായിരിക്കും കഴിക്കുന്നത്. എപ്പോഴാന്നേലും കഴിച്ചാൽ ഇതിൻ്റെ ഒരു ഞാനിപ്പം ഈ മത്തും കൊണ്ടല്ലേ ഉടച്ചത്. നാട്ടിലൊക്കെ നമുക്ക് മടൽ വെട്ടി ഇതുണ്ടല്ലേ. പക്ഷേ നമുക്ക് പൊടിയൊക്കെ ഉള്ള ഒരു സൈസ് കപ്പയുണ്ടല്ലോ, അതുപോലെ അങ്ങോട്ട് വെന്തെന്നേ ഉള്ളൂ. ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് നല്ല ഉടനെ പുട്ട് പോലത്തെ കപ്പയെന്ന് പറയത്തില്ലേ, ആ ടൈപ്പല്ലത്. എനിക്ക് വാട്ടുകപ്പയും ഉണക്കക്കപ്പയും ഇഷ്ടമല്ല. ഇച്ചിരി മീൻകറിയുണ്ട്, മീൻകറി കൂട്ടി നമുക്കൊന്ന് കഴിക്കാമേ. കഴിക്കാം. അല്ലേ അരിപ്പണ്ടു അറിയല്ലേ. കാണുമ്പം നല്ല പൊടിയുള്ള കപ്പയാന്ന് തോന്നും, പക്ഷേ അങ്ങനെ പൊടിയുള്ളതല്ല കേട്ടോ. ഞാൻ ഈ കപ്പയുടെയൊക്കെ വീഡിയോ ഇപ്പം ഞാൻ ഇടത്തില്ല വീഡിയോ, അതിടുന്നത് ഞാൻ വലിയ എന്തോ മഹാസംഭവമായിട്ടാണ് ഇടുന്നത്. കാണുന്നവർക്ക് അതൊന്നും അത്ര വലിയ സംഭവമായിരിക്കത്തില്ല, പക്ഷേ എനിക്കത് വലിയ മഹാസംഭവമായിട്ടാണ് ഞാൻ അന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ പ്രേസനോട് ഉണ്ടായിരുന്നു, ഞാൻ കഴിക്കാൻ എടുത്തത് കണ്ടെന്നെ ആൾ ഓടി വന്ന് കപ്പയാണെന്ന് പറയും. പിന്നെ അവൻ ഞാനൊരു ഇച്ചിരി കൊടുത്ത്. അപ്പോൾ ചൂടാകുമ്പം ഇച്ചിരി എരിവ് പോലെ തോന്നും. പിന്നെ വൈകുന്നേരമാണ്, പക്ഷെ അങ്ങനെ എരിവൊന്നും ഇല്ലായിരുന്നു. മീൻകറി ചെയ്തുകൊണ്ട് ഇനി ഞാൻ സമാധാനത്തിൻ്റെ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.